വെള്ളത്തിലൂടെ മാത്രം എത്താൻ പറ്റുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും കുട്ടനാട്ടിൽ. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നവർക്ക് ഒരു തുള്ളി കുടിക്കണമെങ്കിൽ വെള്ളവും വള്ളം കയറി വരണം. പള്ളാത്തുരുത്തിയിൽ നിന്ന് വെള്ളവുമായി വരുന്ന വള്ളമാണ് കൈനകരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ആശ്രയം. ചേട്ടാ, വെള്ളം വലിയ പ്രശ്നമാണോ? വലിയ പ്രശ്നം, ഭയങ്കര പ്രശ്നമാണ്. ഉള്ള പട്ടിയും പിന്നെ എലിയും പൂച്ചയും എല്ലാം ചത്തു ഒഴുകി പോളയും എല്ലാം വെള്ളമില്ല. പൈപ്പ് കൂടെ വെള്ളം വരുന്നുണ്ട്, കലക്കല. ആ വെള്ളം കുടിച്ചാൽ മനുഷ്യൻ ചത്തുപോകുന്നില്ല. ഇന്ന് സഹോദരൻ, ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ഫോറിനേഴ്സും മറ്റുള്ള തമിഴ്നാട്ടുകാരും ആന്ധ്രാക്കാരും എല്ലാം വന്ന് അവരുടെ ഇത് കാഷ്ടം ഇത് ഇന്ന സ്ഥലത്ത് കൊണ്ട് തട്ടെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ അല്ല തട്ടുന്നത്. എവിടെ റാണിയിലെ ചിത്രയിൽ എവിടെ തട്ടെന്ന് പറഞ്ഞു എനിക്ക് ഇവരുടെ കാഷ്ടം. പക്ഷേ ഇത് അവിടെ അല്ല തട്ടുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഈ ജലം ഞങ്ങൾ പിന്നെ ഇത്ര സെൻറ്റിഗ്രേഡിലും ഇത് ചെയ്താണ് ഞങ്ങൾ ഈ ജലം ഉപയോഗിക്കുന്നത്. അതാണോ കാണിക്കേണ്ട മര്യാദ? ഇവിടുത്തെ കാര്യത്തിയല്ല, തിരുവല്ലക്കാരിയാണ്. എന്നെ കെട്ടിക്കൊണ്ട് വന്നു. ഞാൻ വരുമ്പോൾ ഈ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ നാട്ടുകാരും ഇങ്ങോട്ട് വരത്തില്ല. ഈ വെള്ളത്തിലുണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് വേണമെന്ന് പറയും. അവിടെ ആരും വരത്തില്ല, ഇപ്പോഴും വരത്തില്ല. എൻ്റെ കൂട്ടരൊക്കെ പറയും അവളെ വെറുതെ ആ കുട്ടനാട്ടിൽ ആ വെള്ളക്കുഴിക്കകത്ത് കൊണ്ടുവച്ചെന്ന്. അവിടെ കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ല. വീട്ടുകാരില്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ എന്നിട്ടും പറയും ആ വീട്ടുകാരെ വിളിച്ചു, ഈ വീട്ടുകാരെ വിളിച്ചു. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ വെള്ളം കൊണ്ടുവരുന്നത്? ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ഒരു ട്രിപ്പ് എടുത്ത് കൂടി വന്ന ഒരു 15-17 വീട്ടുകാർക്ക് വെള്ളം കൊടുക്കാൻ പറ്റും. ഈ 17 വീട്ടുകാർക്ക് കൊടുത്തിട്ട് പിറ്റേ ദിവസം അപ്പുറേ അങ്ങോട്ട് കൊടുക്കും. ഇവർക്ക് 8-ാം പൊക്കോ 9-ാം പൊക്കോ വെള്ളം കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് പമ്പ് കംപ്ലൈൻ്റ് ആയിരുന്നു. അടുത്ത പമ്പ് ഉണ്ടാക്കി അത് എല്ലാം സർക്കാരിൻ്റെ നിയമ നടപടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പം 5 ദിവസം പെൻഡിങ് ആയിപ്പോയി. ഈ 5 ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ 4-ാം പൊക്കോ 5-ാം പൊക്കോ വെള്ളം കൊടുക്കുന്നത്. എങ്ങനെ ഇതൊന്ന് പരിഹരിക്കാൻ പറ്റും? ഒന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള പൈപ്പുകൾ പൊട്ടലുള്ള സ്ഥലത്ത് റിപ്പയർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഏകദേശം കുറേ സ്ഥലങ്ങളിൽ വെള്ളം കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ടാങ്ക് 6, 7, 8 വാർഡുകളിലെ സംബന്ധിച്ച് ഒരു ഓവർ ടാങ്ക് വരികയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. കുറേ സ്ഥലങ്ങളൊക്കെ ഇവിടെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു ടാങ്ക് വന്ന് നമുക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ കുടിവെള്ളത്തിനൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ. ആലപ്പുഴ നഗരത്തിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഇതേപോലത്തെ RO പ്ലാന്റുകളാണ് മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നത്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.